ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടുള്ള ആലു പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പിയോടെ കാണിക്കുന്നത്. ആദ്യം നമ്മൾ കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് കുക്കറിൽ വേണമെന്നില്ല, പാത്രത്തിലായാലും പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് ജീരകം ഇട്ടിട്ട് അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, സാധാരണ ഉള്ളി എല്ലാം നമുക്ക് വഴറ്റിയെടുക്കണം. പക്ഷേ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. സിമ്പിളായിട്ടുള്ള ആലു പൊറോട്ട ആയതുകൊണ്ട് വെറും കിഴങ്ങ് മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. ആദ്യം ഇത് മറ്റുള്ളതൊന്നും ആദ്യ കൂട്ടം കഴിക്കാത്ത കാരണം. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളു ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത്യാവശ്യം പാകത്തിനുള്ള എണ്ണയും കൂടെ വേണം അതിനകത്ത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് തണുത്ത ശേഷം സാധാരണ നമ്മൾ ചപ്പാത്തി മാവ് പരത്തുമ്പോൾ ഇത് കട്ടിക്ക് എടുത്തിട്ട് പരത്തുക. എന്നിട്ട് നടുവിൽ നമ്മൾ മസാല വെച്ചിട്ട് 4 സൈഡൊന്നും മടക്കിയിട്ട് പൊട്ടാത്ത രീതിയിൽ നന്നായി ചെറുതായിട്ട് നൈസായി പരത്തിയിട്ട് 2 സൈഡും ചെറിയ ചൂടിൽ വെച്ചിട്ട് എണ്ണ തൂത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന വീഡിയോ